കുറച്ച് ഫിസിക്സ് പറയാം. ഫിസിക്സ് പറയുന്നത് ഫിസിക്സ് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ വിഷയത്തിലുള്ള വളരെ കൃത്യമായ ഒരു പഠനം നടത്താനോ ഒന്നും വേണ്ടിയല്ല. നേരെ മറിച്ച് ഫിസിക്സിൻ്റെ ചില ചിന്തകൾ, ഫിസിക്സ് നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, അത് മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചില ആത്മീയ കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ്. ഉദാഹരണത്തിന് അള്ളാഹുവിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്, നമ്മളുടെ ഉള്ളിലുള്ളത് ദൈവം അറിയുന്നു. അതുപോലെ തന്നെ ദൈവം നമ്മളുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നു. ദൈവത്തിന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മളുടെ വിഷയങ്ങളിൽ ഇടപെടാനും നമ്മളുടെ രോഗങ്ങൾ മാറ്റാനും നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനൊക്കെ കഴിയുന്നു എന്നിങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിശ്വാസങ്ങൾ. അതുപോലെ തന്നെ ദൈവം ഈ ലോകത്ത് ഇറക്കിയിട്ടുള്ള മിറാക്കിൾസ്, മുഅ്ജിസത്തുകൾ, അത്ഭുതങ്ങൾ, ഇതിനൊക്കെ പലപ്പോഴും ബുദ്ധിക്ക് യാതൊരു വിധത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിഡ്ഢിത്തങ്ങളായിക്കൊണ്ട് ചില ആളുകൾ പരിഹസിക്കാറുണ്ട്. പക്ഷെ ഫിസിക്സിലെ മാനങ്ങൾ, ഡൈമെൻഷൻസ് എന്ന് പറയുന്ന വീക്ഷണവുമായി വെച്ചുകൊണ്ട്, വീക്ഷണത്തിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട്, അതുമായി താരതമ്യം നടത്തിക്കൊണ്ട് ഇത്തരം വിശ്വാസങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കുമ്പോൾ ഫിസിക്സിൻ്റെ ഡയമെൻഷൻസ്, ഫിസിക്സിലെ ചില അധ്യാപനങ്ങൾ, ഫിസിക്സിലെ ചില പാഠങ്ങൾ, അതൊക്കെ പ്രത്യേകിച്ചും ഡയമെൻഷൻസുമായി ബന്ധപ്പെട്ട, മാനങ്ങളുമായി ബന്ധപ്പെട്ട പാഠങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ വിശ്വാസത്തിൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഇത് രണ്ടും തമ്മിൽ വലിയ യുക്തിപരമായ അന്തരം നമുക്ക് കാണാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകും. എന്ന് വെച്ചാൽ ഫിസിക്സിലെ ചില പാഠങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, ഫിസിസിസ്റ്റുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ചില തത്വങ്ങളും സിദ്ധാന്തങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ ഭാഗമായ പലതും, അത് മിറാക്കിൾസ് പോലെ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ പോലെ, ദൈവം ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുള്ള അത്ഭുതങ്ങൾ പോലെ, ഇത്തരം കാര്യങ്ങളും ഉൾക്കൊള്ളാൻ നമുക്ക് മാനസികമായി ഒരു പ്രശ്നവും തോന്നില്ല എന്ന ഒരു വസ്തുത തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ഫിസിക്സിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്ന ഭാഗവും അതിനോട് അനുബന്ധമായി നമുക്ക് ആത്മീയമായ കുറച്ച് ചിന്തകളും അല്ലെങ്കിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട കുറച്ച് ചിന്തകളും ഒരുമിച്ച് നമുക്ക് ഒന്ന് കൊണ്ടുപോകാം. നമ്മൾ ആദ്യമായി പറയാൻ പോകുന്നത് ഡയമെൻഷൻസിനെ പറ്റിയാണ്. ഡയമെൻഷൻസിനെ പറ്റി ഞാനിവിടെ പറയുമ്പോൾ ഫിസിക്സ് പഠിപ്പിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. ഫിസിക്സ് പഠിക്കേണ്ടത് അതിൻ്റെ അധ്യാപനവുമായി ബന്ധപ്പെട്ട, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വിദഗ്ധർ പറയുന്ന പാഠങ്ങളിൽ നിന്നോ അധ്യാപനങ്ങളിൽ നിന്നാണ് പഠിക്കേണ്ടത്. നേരെ മറിച്ച് ഇവിടെ ഫിസിക്സിനെ പറ്റിയുള്ള ഒരു പ്രാഥമികമായ ചിന്തയാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഫിസിക്സിലെ ഏറ്റവും വലിയ ഒരു പാഠമാണ് ഡയമെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ മാനങ്ങൾ എന്നാണ് മലയാളത്തിൽ സാധാരണഗതിയിൽ പറയാറുള്ളത്. മാനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ, 4 ഡയമെൻഷൻ, ഇങ്ങനെ പല ഡയമെൻഷനുകളിലുള്ള ലോകം നമ്മൾക്ക് ചുറ്റുമുണ്ട് എന്നാണ് ഫിസിസിസ്റ്റുകൾ പറയുന്നത്. ഡയമെൻഷൻസ് അഥവാ മാനങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാം. ആദ്യമായി ഒരു ഉദാഹരണത്തിന് വേണ്ടി ഈ സ്ട്രിങ് അല്ലെങ്കിൽ ഈ വള്ളി നമുക്കെടുക്കാം. ഈ സ്ട്രിങ് അല്ലെങ്കിൽ ഈ വള്ളി ഒരു ഡയമെൻഷനാണ് എന്ന് നമ്മൾ കരുതുക. ഇത് യഥാർത്ഥത്തിൽ ഒരു ഡയമെൻഷനല്ല, ഒരു മാനമല്ല ഇതിനുള്ളത്. എന്നാലും ഇത് ഒരു മാനമാണ് അല്ലെങ്കിൽ ഒരു ഡയമെൻഷനാണെന്ന് നമ്മൾ സങ്കല്പിക്കുക. ഈ ഡയമെൻഷനിൽ ഒരു ജീവി ജീവിക്കുന്നുണ്ട് എന്ന് കരുതുക. ഇതിൻ്റെ ഉള്ളിൽ ഒരു ജീവി ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുക. എങ്കിൽ ആ ജീവിക്ക് ഒരൊറ്റ മാനം, ഒരൊറ്റ ഡയമെൻഷനേ ഉള്ളൂ. ഒന്നുകിൽ അതിന് വലത്തോട്ട് പോകാം, അല്ലെങ്കിൽ അതിന് ഇടത്തോട്ട് പോകാം. ഇങ്ങനെ വലത്തോട്ടും ഇടത്തോട്ടും മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ജീവി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് പോകാൻ പറ്റുക. ലെഫ്റ്റോ റൈറ്റോ മാത്രമാണ്, ഒരൊറ്റ ഡയമെൻഷനാണ് ഈ ജീവിക്ക് ഉണ്ടാവുക. അതേസമയം നമ്മളൊരു സ്ക്വയർ എടുത്തു എന്ന് കരുതുക. ഇതിൽ ഒരു ജീവി ജീവിക്കുന്നുണ്ട് എങ്കിൽ ആ ജീവിക്ക് 2 ഡയമെൻഷനുകളാണ് ഉണ്ടാകുക. ഇതിൽ ഒരു ജീവി ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിക്ക് ഒന്നുകിൽ മുകളിലേക്കും അടിയിലേക്കും പോകാം, അല്ലെങ്കിൽ ഈ 2 സൈഡുകളിലേക്കും പോകാം. ലെഫ്റ്റോ റൈറ്റോ അല്ലെങ്കിൽ അപ്പോ ഡൗണോ ആയിട്ടാണ്, 2 ഡയമെൻഷനുകളിലാണ് ഇതിലൊരു ജീവി ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിക്ക് ജീവിക്കാൻ കഴിയുക. ഈ ജീവിക്ക് ലെഫ്റ്റോ റൈറ്റോ അല്ലെങ്കിൽ മുകളിലോട്ടോ താഴോട്ടോ പോകാൻ കഴിയുള്ളൂ. അല്ലാതെ മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ ഈ 2 ഡയമെൻഷനിലുള്ള 2D ജീവിക്ക് അല്ലെങ്കിൽ ജീവജാലത്തിന് സാധിക്കുകയില്ല. അതേസമയം ഈ സ്ക്വയർ നമ്മൾ മാറ്റി ഒരു ക്യൂബിലേക്ക് നമ്മൾ വന്നാൽ,
ഈ ക്യൂബിൽ ഒരു ജീവി ജീവിക്കുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. ഈ ക്യൂബിൽ ജീവിക്കുന്ന ജീവിയെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിക്ക് മുകളിലോട്ട് പോകാം, താഴോട്ട് പോകാം, ഇടത്തോട്ട് പോകാം, വലത്തോട്ട് പോകാം, കൂടാതെ അതിന് മുന്നിലോട്ടും പോകാം, പിന്നിലോട്ടും പോകാം. അപ്പോൾ 3 ഡയമെൻഷനുകളായി. ഇടത്തോട്ടും വലത്തോട്ടും മുകളിലോട്ടും താഴോട്ടും മുന്നിലോട്ടും പിന്നിലോട്ടും. ഇങ്ങനെ 3 ഡയമെൻഷനിലായിരിക്കും ഒരു ക്യൂബിൽ ജീവിക്കുന്ന ജീവി, അല്ലെങ്കിൽ ക്യൂബിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 3D ആണ്. നമ്മൾ സാധാരണഗതിയിൽ 3D എന്ന് ചില സിനിമകളും ഡോക്യുമെൻ്ററികളും വീഡിയോകളൊക്കെ കുറിച്ച് പറയാറുണ്ട്. 3D 3 ഡയമെൻഷനുള്ള പിന്നെ സിനിമ അല്ലെങ്കിൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രപാളിയിൽ 2 ഡയമെൻഷനപ്പുറം മുകളിലേക്കും താഴോട്ടും പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും മാത്രം കാണുന്ന ചിത്രങ്ങളാണ് നമ്മൾ സാധാരണഗതിയിൽ TV-യിലോ അല്ലെങ്കിൽ തിയേറ്ററിലോ കാണാം. പക്ഷേ അതിനപ്പുറം മുന്നോട്ടും പിന്നോട്ടും വരുന്നത് പോലെ ആ വീഡിയോയിൽ ഒരു ചിത്രം ചലിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ 3D സിനിമകൾ അല്ലെങ്കിൽ 3D വീഡിയോകൾ എന്ന് പറയാം. വീഡിയോയിലുള്ള സാധനത്തിന് 2 ഡയമെൻഷനപ്പുറം അത് 3ാമത്തെ ഡയമെൻഷനിലേക്ക് അഥവാ മുന്നോട്ടും പിന്നോട്ടും പോകുന്നത് പോലെ നമുക്ക് തോന്നുമ്പോഴാണ് അത് 3D വീഡിയോകൾ എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ 3D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഡയമെൻഷനുകൾ അതിനുണ്ടാകും. നമ്മൾ ജീവിക്കുന്നത് 3 ഡയമെൻഷനുകളിലുള്ള ലോകത്താണ്. നമുക്ക് മുന്നോട്ടും പിന്നോട്ടും വലത്തോട്ടും ഇടത്തോട്ടും അതുപോലെ തന്നെ മുകളിലേക്കും താഴോട്ടും പോകാൻ പറ്റും. 3 ഡയമെൻഷനുകൾ. നമ്മളുടെ 4ാമത്തെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അത് സമയവുമാണ് എന്ന് ഫിസിസിസ്റ്റുകൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് മിച്ചിയോ കാക്കുവിൻ്റെ വീഡിയോ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും. അദ്ദേഹം കൃത്യമായി ഇത് വിശദീകരിക്കുന്ന കാണാം. നമ്മൾ ജീവിക്കുന്നത് ഐൻസ്റ്റൈൻ പറഞ്ഞതനുസരിച്ച്, ഐൻസ്റ്റൈൻ തെളിയിച്ചതനുസരിച്ച് 3 ഡയമെൻഷനുകളും 4ാമത്തെ ഡയമെൻഷൻ ആയിക്കൊണ്ട് സമയവുമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. How many dimensions are there? Einstein says we live in a 4-dimensional world. We can go forward, backward, left, right, up, down, and the 4th dimension is time. But now we're beyond Einstein, and we have to go beyond 4 dimensions to perhaps, let's say, 10, 11 dimensions. But where are these other dimensions? We think they have curled up. They're so small that you cannot enter them. But നമ്മൾ ഈ 4 ഡയമെൻഷൻ, ടൈം എന്ന് പറയുന്ന 4ാമത്തെ ഡയമെൻഷൻ്റെ ഉള്ളിൽ ബന്ധിതമായിക്കൊണ്ട് ജീവിക്കുന്ന ജീവിയാണ്. അപ്പോൾ നമുക്ക് 3 ഡയമെൻഷനാണ്. നമ്മൾ 3D ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഡയമെൻഷനുകൾ എന്ന് പറഞ്ഞാൽ. ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയമെൻഷൻ മാത്രമുള്ള കാര്യങ്ങളുടെ. അപ്പോൾ പിന്നെ ഒരു സ്ട്രിങ്ങിൽ, ഇപ്പോൾ സ്ട്രിങ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഫിസിക്സിൽ കേൾക്കപ്പെടുന്ന സ്ട്രിങ് തിയറിയിലെ സ്ട്രിങ് സാങ്കല്പികമായ ഫിസിസിസ്റ്റുകൾ തിയറിറ്റിക്കലായി അവതരിപ്പിച്ചിട്ടുള്ള സ്ട്രിങ് ഒരു ഡയമെൻഷനുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. പ്രപഞ്ചത്തിൽ 1, 2, 3, 4, 5, 6, 7 ഒക്കെ പിന്നെ ഡയമെൻഷൻ 11 ഡയമെൻഷൻ വരെ ഉള്ള വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് മിച്ചിയോ കാക്കു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഇത്രയും ഡയമെൻഷനുകളുള്ള വസ്തുക്കൾ നമ്മൾക്ക് ചുറ്റുമുണ്ട് എന്നർത്ഥം. ഒരുപാട് ലോകങ്ങൾ നമ്മളുടെ ഈ ത്രിമാന ലോകത്തിനപ്പുറം, 3 ഡയമെൻഷൻ ലോകത്തിനപ്പുറം, 3 ഡയമെൻഷൻ വസ്തുക്കൾക്കപ്പുറം മറ്റു ഒരുപാട് ഡയമെൻഷനുകളുള്ള 5, 6, 7 ഒക്കെ ഡയമെൻഷനുകളുള്ള വസ്തുക്കളുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ 4ാമത്തെ ഡയമെൻഷനാകുന്ന സമയത്തിനപ്പുറമുള്ള വസ്തുക്കൾ ഉണ്ട് എന്നുള്ളത് ഫിസിസിസ്റ്റുകൾ വാദിക്കുന്നു എന്നർത്ഥം. അപ്പോൾ 3 ഡയമെൻഷനുകളാണ് നമ്മൾ പ്രാഥമികമായി പഠിച്ചത്. ഒന്ന് സ്ട്രിങ്, ഒരൊറ്റ ഡയമെൻഷൻ. ഇതിനുള്ളിൽ ഒരു ജീവി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ ഡയമെൻഷനേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ വലത്തോട്ട് പോകാം അല്ലെ ഇടത്തോട്ട് പോകാം. ഇനി ഒരു സ്ക്വയർ ആണെങ്കിൽ അതിന് മുകളിലോട്ടും താഴോട്ടും ഇടത്തോട്ടും വലത്തോട്ടും പോകാൻ പറ്റുള്ളൂ. അതേസമയം ഒരു സ്ക്വയർ ആണെങ്കിൽ, ഒരു ക്യൂബ് ആണെങ്കിൽ ആ ക്യൂബിന് 3 ഡയമെൻഷനുകളുണ്ട്. 4ാമത്തെ ഡയമെൻഷനിലുള്ള വസ്തുവിനെയാണ് ടെസറക്റ്റ് എന്ന് പറയുക. ഈ ടെസറക്റ്റിന് 3 ഡയമെൻഷനപ്പുറം 4ാമത് ഡയമെൻഷൻ ഉണ്ട്. അത് ടൈമാണ്, സമയമാണ്. അപ്പോൾ സമയവും ഉൾക്കൊള്ളുന്ന ഒരു തിയററ്റിക്കലായിട്ടുള്ള, ഒരു താത്വികമായ, സൈദ്ധാന്തികമായ ഒരു വസ്തുവിനെ ശാസ്ത്രജ്ഞന്മാർ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ പേരാണ് ടെസറക്റ്റ്. അത് നമുക്കൊരിക്കലും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ഷേപ്പാണ്. നമ്മളുടെ 3 ഡയമെൻഷനുള്ള ലോകത്ത് എങ്ങനെയാണ് 4 ഡയമെൻഷനുള്ള ടെസറക്റ്റ് ഉണ്ടാവുക എന്ന് കൃത്യമായി പറയാൻ നമുക്ക് സാധിക്കില്ല. അത് തിയറിറ്റിക്കലായി കാണിക്കാനോ അല്ലെങ്കിൽ ഒരു ചിത്രത്തിലൂടെ അല്ലെങ്കിൽ സാങ്കല്പികമായ ഒരു വീഡിയോയിലൂടെ കാണിക്കാനോ മാത്രമേ
ടെസറക്റ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിയുള്ളൂ. ഇനി നമ്മളുടെ 3 ഡയമെൻഷനുള്ള ലോകം, നാലാമത്തെ ഡയമെൻഷനായ സമയം എന്ന് പറയുന്ന ഡയമെൻഷന് അപ്പുറമുള്ള ഒരു ജീവിയെ നമുക്ക് സങ്കല്പിക്കാം. മനുഷ്യരല്ലാത്ത 4ാമത്തെ ഡയമെൻഷന് അപ്പുറമുള്ള ഒരു ജീവിയെ നമുക്ക് സങ്കല്പിക്കാം. ആ ജീവി നമ്മളുമായി ബന്ധപ്പെടുത്തിയാൽ ആ ജീവിക്ക് 3 ഡയമെൻഷനിലുള്ള ജീവിയെ എങ്ങനെയായിരിക്കും, അഥവാ മനുഷ്യരെ എങ്ങനെയായിരിക്കും ആ 4ാമത്തെ ഡയമെൻഷനിലുള്ള ജീവി കാണുക? ആ ജീവി നമ്മളിൽ ഇടപെടുകയാണെങ്കിൽ ആ ജീവിക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുക എന്ന് നമുക്ക് സങ്കല്പിക്കണമെങ്കിൽ അതിന് ഒരു കുറുക്ക് വഴിയുണ്ട്. അതായത് 3 ഡയമെൻഷനുള്ള നമ്മൾ 2 ഡയമെൻഷനുള്ള ഒരു ലോകത്തെ സങ്കല്പിച്ചാൽ ഇത് ഏകദേശം പിടികിട്ടുമെന്നാണ് ഫിസിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ നമ്മളൊരു 2 ഡയമെൻഷനുള്ള ലോകം ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം 2 ഡയമെൻഷനേ ഇതിനുള്ളൂ. ഒന്ന് അടിയിലോട്ടും മുകളിലോട്ടും പോകുക, അതുപോലെ തന്നെ ഇടത്തോട്ടും വലത്തോട്ടും പോകുക. ഇപ്പോൾ ഈ ലോകത്ത്, ഈ സാങ്കല്പിക ലോകത്ത് ജീവിക്കുന്ന 2 ആളുകളാണ് രവിയും റാഫിയും. ഇപ്പോൾ രവിയും റാഫിയും 2 ഡയമെൻഷനുള്ള ലോകത്താണ് ജീവിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. രവിക്കും റാഫിക്കും ഇടത്തോട്ട് പോകാനും വലത്തോട്ട് പോകാനും കഴിയുള്ളൂ, അല്ലെങ്കിൽ അടിയിലോട്ട് പോകാനും മുകളിലോട്ടും പോകാനും. ഇങ്ങനെ 2 ഡയമെൻഷനുകളെ രവിക്കും റാഫിക്കും ഉള്ളൂ. അതേസമയം നമ്മളെപ്പോലെ മുന്നോട്ട് വരാനും പിന്നോട്ട് പോകാനും രവിക്കും റാഫിക്കും കഴിയില്ല. കാരണം രവിയും റാഫിയും ജീവിക്കുന്നത് 2 ഡയമെൻഷനുകളുള്ള ലോകത്താണ്. നമ്മളെപ്പോലെ 3 ഡയമെൻഷനുള്ള സ്ക്വയറിലല്ല അവർ ജീവിക്കുന്നത്, സ്ക്വയറിൻ്റെ രൂപത്തിലുള്ളൊരു ലോകത്തല്ല അവർ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ഡയമെൻഷനുള്ള ഈ ലോകത്തേക്ക് 3 ഡയമെൻഷനുള്ള നമ്മൾ ഇടപെട്ടാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. ഒന്നാമതായി, ഈ ഡയമെൻഷനിലുള്ള 2 ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ രവിയെ വിളിച്ചു, രവി എന്ന് ഞാൻ വിളിച്ചു. 3ാമത്തെ ഡയമെൻഷനിലുള്ള ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ രവിക്ക് എന്നെ കാണാൻ കഴിയില്ല. കാരണം രവിക്ക് മുകളിലോട്ട് നോക്കാൻ കഴിയില്ല. ഇവർക്ക് പരസ്പരം കാണാൻ കഴിയുക ഈ 2 ഡയമെൻഷൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ റാഫിക്ക് രവിയുടെ ഈ മുൻഭാഗം മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ രവിക്ക് റാഫിയുടെ ഈ മുൻഭാഗം കാണാനേ കഴിയുള്ളൂ. അല്ലാതെ റാഫിയുടെ ഈ ഭാഗം, നമ്മൾ ഈ കാണുന്ന ഭാഗം, 3ാമത്തെ ഡയമെൻഷനിൽ നമ്മൾ നിന്നുകൊണ്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന ഈ ഭാഗം റാഫിക്കും രവിക്കും കാണാൻ കഴിയില്ല. അപ്പോൾ ഞാനിവിടെ നിന്ന് വിളിച്ചാൽ റാഫിക്കും രവിക്കും അത് കേൾക്കാൻ കഴിഞ്ഞാൽ തന്നെ കാണാൻ കഴിയുകയില്ല. അപ്പോൾ ഇത് ഒരു 3 ഡയമെൻഷനുള്ള ജീവിയാണ് എന്ന് സങ്കല്പിക്കുക. ഈ 3 ഡയമെൻഷനുള്ള ജീവി അത് റാഫിയെയും രവിയുമായിട്ടും സംസാരിച്ചു. റാഫിയും രവിയും ഈ ജീവിയുടെ 3 ഡയമെൻഷനുള്ള ജീവിയുടെ ശബ്ദം കേട്ടു. അവർക്ക് വിശ്വാസമായില്ല. ഇങ്ങനെ ഒരു ജീവി ഉണ്ടെങ്കിൽ ആ ജീവി എന്തുകൊണ്ട് നമ്മൾ കാണുന്നില്ല എന്ന ചോദ്യമാണ് രവിയും റാഫിയും ചോദിച്ചത്. അപ്പോൾ ഈ ജീവി 2 ഡയമെൻഷനുള്ള ലോകത്തേക്ക് വന്നുകൊണ്ട് അവർക്ക് തന്നെ കാണിച്ചു കൊടുക്കാം എന്ന് വിചാരിക്കുക. എങ്കിൽ ഈ ജീവി ഇങ്ങനെ വന്നുകൊണ്ട് ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഈ 2 ഡയമെൻഷനിലേക്ക് കടക്കാൻ, ഈ 2 ഡയമെൻഷൻ ഉള്ള ഈ ലോകത്തിന് 3 ഡയമെൻഷനുള്ള ഈ വസ്തുവെ ഉൾക്കൊള്ളാൻ കഴിയൂല. അപ്പോൾ ഈ ജീവി, 3 ഡയമെൻഷനുള്ള ഈ ജീവി വന്ന് 2 ഡയമെൻഷനിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ മുട്ടുന്ന 2 ഭാഗം മാത്രമേ ഇവിടെ പതിയുള്ളൂ. അപ്പോൾ ഇവിടെ 2 ഡയമെൻഷനുള്ള ജീവി കടന്നു കഴിഞ്ഞാൽ, 3 ഡയമെൻഷനുള്ള ജീവി 2 ഡയമെൻഷനുള്ള ലോകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ മുട്ടിയ ഭാഗം മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് രവിയും റാഫിയും ഈ ജീവിയെ കാണുക. 2 കുത്താണ് അവർ കാണുക. കാരണം 3 ഡയമെൻഷനുള്ള ജീവിയെ ഉൾക്കൊള്ളാൻ 2 ഡയമെൻഷനുള്ള ഈ ലോകത്തിന് കഴിയില്ല. അപ്പോൾ 3 ഡയമെൻഷനുള്ള ഈ ജീവി രവിക്കോ റാഫിക്കോ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം എന്ന് കരുതി കഴിഞ്ഞാൽ
അവരുടെ ആ ജീവി രണ്ടാമത്തെ ഡയമെൻഷൻ 2 ഡയമെൻഷനുള്ള ലോകത്തേക്ക് പോകുമ്പോൾ ഈ 2 കുത്തുകളാണ് 2 ഡയമെൻഷനുള്ള ലോകത്തെ ആളുകൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഇതിനെ മുഴുവനായി കാണാൻ ഈ 2 ഡയമെൻഷനിലുള്ള ലോകത്തിന് കഴിയില്ല. കാരണം ഇതിന് 3 ഡയമെൻഷൻ ഉണ്ട്. ഇതിന് ലെഫ്റ്റും റൈറ്റും ഉണ്ട്, മുകളിലേക്കും താഴേക്കും ഉണ്ട്, അതുപോലെ തന്നെ മുന്നോട്ടും പിന്നോട്ടും പോകുന്ന പിന്നെ 3 ഡയമെൻഷനുള്ള വസ്തുവാണിത്. ഇതിനെ ഉൾക്കൊള്ളാൻ 2 ഡയമെൻഷനുള്ള ഈ ലോകത്തിന് കഴിയില്ല. അവർ നോക്കുമ്പോൾ 2 കുത്തുകൾ മാത്രമാണ് കാണുക. ഇത് പിന്നെ കാൾ സാഗനെ പോലെയുള്ള നാസ്തികരായിട്ടുള്ള ഫിസിസിസ്റ്റുകൾ പോലും പറയുന്നത് വീഡിയോ സഹിതം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. Only partially, only a plane, a cross section through him can be seen. So when the three-dimensional creature first reaches flatland, it's only the points of contact which can be seen, and we'll represent that by stamping the apple in this ink pad and placing that image in flatland. And as the apple were to descend through, slither by flatland, we would progressively see higher and higher slices, which we can represent by cutting the apple. അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം 2 ഡയമെൻഷനുള്ള ലോകത്തേക്ക് 3ാമത്തെ ഡയമെൻഷനിലുള്ള നമ്മളെ ഉൾക്കൊള്ളാൻ ഈ 2 ഡയമെൻഷൻ ലോകത്തിന് സാധിക്കില്ല എങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ദൈവത്തെ നമുക്ക് കാണണം. ഈ മാനങ്ങളെയെല്ലാം ഈ ഡയമെൻഷനുകളൊക്കെ സൃഷ്ടിച്ച ദൈവത്തിനെ നമ്മൾക്ക് ഈ 3 ഡയമെൻഷനുള്ള ലോകത്ത് കാണണം എന്ന് പറയുന്ന, ദൈവത്തെ കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്നതിലെ വിഡ്ഢിത്തം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ഈ 3 ഡയമെൻഷൻ്റെ ഉള്ളിൽ 4ാമത്തെ ഡയമെൻഷനിൽ നിന്ന് വരുന്ന ജീവിയെപ്പോലും, അങ്ങനെ ഒരു ജീവി ഉണ്ടെങ്കിൽ ആ ജീവിയെപ്പോലും കാണാൻ നമുക്ക് സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് സാക്ഷാൽ ദൈവം വന്ന് ഈ 2 ഡയമെൻഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കാണാൻ ഞങ്ങളുടെ 3 ഡയമെൻഷന് സാധിക്കണം എന്ന് പറയുന്നത് എത്രത്തോളം വിഡ്ഢിത്തമാണ്. അപ്പോൾ ദൈവത്തെ കാണണമെന്ന് പറയുന്നത് ഫിസിക്സ് പ്രകാരം തന്നെ അയുക്തിയാണ്, അല്ലെങ്കിൽ യുക്തിയില്ലാത്ത കാര്യമാണ് എന്ന് ഈ ഡയമെൻഷൻ അനുസരിച്ച് കാൾ സാഗനെ പോലെയുള്ള നാസ്തികരായ പിന്നെ ഫിസിസ്റ്റുകളുടെ വിശദീകരണത്തിലൂടെ തന്നെ നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ 2 ഡയമെൻഷനുള്ള ലോകം, ഈ 2 ഡയമെൻഷനുള്ള ലോകത്ത് ജീവിക്കുന്ന രവിയെയും റാഫിയെയും സംബന്ധിച്ചിടത്തോളം 3ാമത്തെ ഡയമെൻഷനിൽ നിന്ന് വന്നിട്ടുള്ള ഈ ജീവി റാഫിയോടും രവിയോടും പറയാണ് 3ാമത്തെ ഒരു മാനമുണ്ട്, 3ാമത്തെ ഒരു ഡയമെൻഷൻ ഉണ്ട്. റാഫിക്കും രവിക്കും അത് വിശ്വാസമാവണില്ല. ഞങ്ങൾ കാണുന്നില്ലല്ലോ, ഞങ്ങൾ എത്ര നോക്കിയിട്ടും ഒരു 3ാമത്തെ ഡയമെൻഷൻ ഞങ്ങൾ കാണുന്നില്ല. അപ്പോൾ ഈ ജീവി പിന്നെ 3ാമത്തെ ഡയമെൻഷൻ കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രവിയെ അല്ലെങ്കിൽ റാഫിയെ ഈ ജീവി പുറത്തേക്ക് കൊണ്ടുവന്നു. പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് രവിക്ക് അല്ലെങ്കിൽ റാഫിക്ക് ഈ ലോകം 2 ഡയമെൻഷനുള്ള ലോകമാണെന്നും അതിനപ്പുറം 3ാമതൊരു ഡയമെൻഷൻ ഉണ്ട് എന്നും ഒക്കെ കാണാൻ സാധിക്കുക. അപ്പോൾ ഈ 2 ഡയമെൻഷൻ്റെ പ്രിസണേഴ്സ്, അതിൻ്റെ ജയിൽ പുള്ളികളാണ് അല്ലെങ്കിൽ ബന്ദികളാണ് യഥാർത്ഥത്തിൽ ഈ 2 ജീവികൾ, രവിയും റാഫിയും. റാഫിക്കും രവിക്കും 3ാമത്തെ ഡയമെൻഷൻ അറിയണമെങ്കിൽ, 2 ഡയമെൻഷൻ അപ്പുറം കാര്യങ്ങൾ കാണണമെങ്കിൽ ഈ 4 പിന്നെ ജയിലിൻ്റെ 4 ബന്ധനത്തിൻ്റെ 4 ഭാഗങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കണം. ഇതുപോലെ നമുക്ക് നമ്മളുടെ 3 പിന്നെ മാനങ്ങൾക്കപ്പുറം 4ാമത്തെ ഡയമെൻഷനായ സമയത്തിൻ്റെ അപ്പുറം കടന്നാലേ നമുക്ക് ഭാവിയും ഭൂതവും വർത്തമാനവും കാണാൻ കഴിയുള്ളൂ. നമുക്കിപ്പോൾ വർത്തമാനം മാത്രം, പ്രസൻറ്റ് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. നമ്മളും യഥാർത്ഥത്തിൽ ഒരു ജയിലിലാണ്, ഒരു ബന്ധനത്തിലാണ്. ആ ബന്ധനം എന്ന് പറയുന്നത് ടൈമാണ്. ഇത് നീൽ ടൈഗ്രസ് ടൈസൺ എന്ന് പറയുന്ന നാസ്തികൻ തന്നെയായിട്ടുള്ള ഫിസിസിസ്റ്റ് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളും ഒരു ജയിലിലാണ്, ഒരു ബന്ധനത്തിലാണ്. ആ ബന്ധനം 4ാമത്തെ ഡയമെൻഷനായ സമയമാണ്. സമയത്തിനപ്പുറത്തേക്ക് നമ്മളെ ഒരു ജീവി കൊണ്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഈ 4ാമത്തെ ഡയമെൻഷന് അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞാൽ ഭാവിയും ഭൂതവും വർത്തമാനവും ഒരേപോലെ കാണാൻ കഴിയുമെന്നാണ് ഫിസിസിസ്റ്റുകൾ പറയുന്നത്. നാസ്തികരായ ഫിസിസിസ്റ്റുകൾ പോലും പറയുന്നത്
അത് തന്നെയാണ്. Step out and then step back in and you're outside the cell. We said, I don't know what you're talking about. Right. Wait a minute. I said a four-dimensional creature. If we had access to the fourth dimension, which for us is what? Time. Time. But wait, we're prisoners of time. So suppose we weren't prisoners of time. Suppose you could move through time the way we move through space. Could you then escape the prison? Yeah, just move to a time when I'm not in prison. Exactly. Just say, let me get out of these 6 walls here. You just go back to a time before you got put into prison, or go to the future where you were let go from the prison. Right. Each of those counts as escaping the prison without ever breaking down the wall. Right. So time can serve that same role if you had access to the past and to the future. That's pretty cool, man. Of course, we go higher. There's 5th dimension, 6th dimensions, this sort of thing. And അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ 4ാമത്തെ ഡയമെൻഷന് അപ്പുറം ഒരു ജീവി ഉണ്ടെങ്കിൽ ആ ജീവിക്ക് പോലും കാണാൻ സാധിക്കുമെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഈ ഡയമെൻഷനുകളെല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളുടെ ഭാവിയും ഭൂതവും വർത്തമാനവും ഒരേപോലെ കാണാൻ സാധിക്കില്ലേ? ഈ ഇങ്ങനെ കാലങ്ങളെ വ്യത്യാസമില്ലാതെ നേരെ കാണാൻ സാധിക്കുന്ന വീക്ഷണകോണിനെ സയൻറ്റിസ്റ്റുകൾ, ഫിസിസിസ്റ്റുകൾ പറയുന്നത് ദ വ്യൂ ഫ്രം നോവൻ എന്നാണ്. അപ്പോൾ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മളുടെ ഭാവിയും ഭൂതവും വർത്തമാനവും കാണാനും ഒരേപോലെ കാണാനും പ്രവചിക്കാനും വിധിക്കാനുമൊക്കെ ദൈവത്തിന് സാധിക്കില്ലേ എന്നൊന്ന് നമ്മൾ ചിന്തിച്ച് നോക്കൂ. ഇനി അടുത്തതായി ഈ 2 ഡയമെൻഷനിലുള്ള ജീവികളിലേക്ക് തന്നെ നമുക്ക് കടന്നു വരാം. രവിയും റാഫിയും അവർക്ക് പരസ്പരം കാണാൻ കഴിയുന്നത് അവരുടെ പുറംമോടി മാത്രമാണ്. ഈ 2 ഡയമെൻഷൻ്റെ തലത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് പരസ്പരം കാണാൻ കഴിയുന്നുള്ളൂ. ഈ തൊലിപ്പുറം മാത്രമേ അവർക്ക് പരസ്പരം കാണാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ളിലുള്ള ഈ ഭാഗം അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് മുകളിൽ നിന്ന് 3ാമത്തെ ഡയമെൻഷനിൽ നിന്ന് അവരെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ ഒരു മറയില്ല, പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം മറയുണ്ടാകും. അപ്പോൾ നമുക്ക് അവരുടെ തലച്ചോറും കണ്ടില്ലേ, രവിയുടെയും റാഫിയുടെയും തലച്ചോറ് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുടലും അതുപോലെ തന്നെ അവരുടെ ആന്തരിക അവയവങ്ങളൊക്കെ കാണാൻ നമുക്ക് 3ാമത്തെ ഡയമെൻഷനിൽ നിന്നുകൊണ്ട് സാധിക്കും എന്നാണ് ഫിസിസ്റ്റുകൾ പറയുന്നത്. ഇതിനെ എക്സ്റേ വിഷൻ എന്നാണ് പറയുക. innards and a medical doctor. If they want to get inside you, they got to cut you open. Right. A 4-dimensional creature can just look inside our bodies. Oh, I feel violated. I know. Oh, I hope no one's watching right now. God. Anyone from the 4th spatial dimension has full access to your entire body's innards. Oh, They can pull stuff out, put stuff in, operate, whatever. we are the game operation to anybody in the 4th dimension. What I'm saying is, if you had what you beautifully refer to as dimensional surgery, you would be able to operate without ever cutting someone open, provided you come from a higher dimension inward. Right. And it is completely analogous to be a 4-dimensional surgeon operating on us without cutting us open, to be we as 3-dimensional surgeons operating on 2-dimensional creatures, because you can just see all their organs just sitting there. നമ്മൾക്ക് ഈ റാഫിയെയും അതുപോലെ തന്നെ രവിയെയും ഓപ്പറേഷൻ ചെയ്യാൻ അവരുടെ തൊലിപ്പുറം മുറിക്കേണ്ടതില്ല. അതേസമയം റാഫിക്ക് രവിയെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സർജറി ചെയ്യണമെങ്കിൽ പിന്നെ രവിയുടെ ഈ തൊലിപ്പുറം മുറിച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പരസ്യമായി കാണാൻ നമുക്ക് സാധിക്കുന്നു. അതിന് കാരണം നമ്മൾ 3ാമത്തെ ഡയമെൻഷനിലായതുകൊണ്ടാണ്. അതേസമയം 2 ഡയമെൻഷനിലുള്ള ജീവികൾക്ക് പരസ്പരം അങ്ങനെ ഉള്ളു കാണാൻ സാധിക്കില്ല. എങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മൾ 3 ഡയമെൻഷനുള്ള നമ്മളുടെ അപ്പുറം 4ാമത്തെ ഡയമെൻഷന് അപ്പുറമുള്ള ഒരു ജീവിക്ക്, അങ്ങനെ ഒരു ജീവി ഉണ്ടെങ്കിൽ ആ ജീവിക്ക് നമ്മളുടെ ഉള്ള് തുറക്കാതെ തന്നെ സർജറി നടത്താൻ നമ്മളുടെ തൊലിയും അസ്ഥിയുമൊക്കെ അല്ലെങ്കിൽ മാംസമൊക്കെ മുറിച്ചിട്ട് ഉള്ളിൽ കാണേണ്ട ആവശ്യമില്ല. അവർക്ക് പിന്നെ നേരിട്ട് നമ്മളുടെ ഉള്ള് കാണാൻ, നമ്മളുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ കാണാൻ 4ാമത്തെ ഡയമെൻഷനിൽ ഉള്ള പിന്നെ ജീവികൾക്ക് സാധിക്കുമെന്നാണ് നീൽ ടൈസൺ എന്ന് പറയുന്ന നാസ്തികനായ ഫിസിസിസ്റ്റ് തന്നെ വിശദീകരിക്കുന്നത്. Stitch you up again, okay? Right. If we live in 3 dimensions, you get to look down on that flat world and see all the inner guts of every living creature in that universe. Mm-hmm. Because there is no boundary above and below, it's only within the plane itself. You can see the heart beating, you can see the spleen, the liver, the pancreas, the lungs, you can see it all. In fact, if you wanted to be a surgeon for that world, you could go in, cut out the appendix if they needed appendectomy, and never have to cut through their outer boundary. You'd be like magically going into their body
You'd be like magically going into their body. You'd be like magically going into their body. Dimension surgery. Dimensional surgery. They would have no access or even awareness that that was even possible. But you do. Right. And you can go in and rectify that. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ഡയമെൻഷനുകളൊക്കെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളുടെ ഉള്ളിൽ കാണാനും നമ്മളുടെ ഉള്ളിൽ ഒരു തടസ്സമില്ലാതെ ഒരു മറയുമില്ലാതെ ഉള്ളിലുള്ളത് കാണാനും അതിൽ ഇടപെടാനും ഒക്കെ ദൈവത്തിന് സാധിക്കില്ലേ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു വിഡ്ഢിത്തമാണോ? ദൈവവിശ്വാസവും അതുമായി ബന്ധപ്പെട്ട ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ദൈവത്തിൻ്റെ വലിയ കഴിവുമൊക്കെ യഥാർത്ഥത്തിൽ വിഡ്ഢിത്തങ്ങളാണ് എന്ന് ഫിസിക്സ് വെച്ച്, മാനങ്ങൾ അല്ലെങ്കിൽ ഡയമെൻഷന് വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടോ? ഇനി അടുത്തതായി രവിയുടെ കയ്യിൽ അലമാരയിൽ കുറേ കാശുണ്ട്. 2 തട്ടുകളായിട്ട് രവി കാശ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ രവിക്ക് ഈ തട്ടിൽ ഈ പെട്ടിയുടെ ഉള്ളിൽ എത്ര കാശുണ്ട് എന്നറിയാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്നറിയണമെങ്കിൽ രവിയെ സംബന്ധിച്ചിടത്തോളം ഈ വാതിൽ, ഈ പെട്ടിയുടെ അലമാരയുടെ വാതിൽ ഇങ്ങനെ തുറന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയാൻ കഴിയുള്ളൂ. ഈ അലമാരയുടെ ഉള്ളിൽ കാശുണ്ട് എന്നറിയണമെങ്കിൽ രവിക്ക് ഈ പെട്ടിയുടെ വാതിൽ തുറക്കണം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടി തുറക്കാതെ തന്നെ അതിനുള്ളിലുള്ളത് അറിയാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. എങ്കിൽ ദൈവത്തിൻ്റെ അറിവ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. 3 ഡയമെൻഷനിലുള്ള നമ്മളെ 4ാമത്തെ ഡയമെൻഷന് അപ്പുറമാണ് ദൈവം എങ്കിൽ ദൈവത്തിന് നമ്മളുടെ പെട്ടിക്കുള്ളിലുള്ള രഹസ്യമായി നമ്മൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യം പെട്ടി തുറക്കാതെ തന്നെ പറയാൻ 4ാമത്തെ ഡയമെൻഷന് അപ്പുറമുള്ള അല്ലെങ്കിൽ 3 ഡയമെൻഷന് അപ്പുറമുള്ള ഒരു ജീവിക്ക് കഴിയുമെങ്കിൽ ദൈവത്തിന് എന്തായാലും കഴിയില്ലേ? രവിയുടെ അലമാരയിലുള്ള കാശ് അത് രവിക്കോ അല്ലെങ്കിൽ റാഫിക്കോ കാണണമെങ്കിൽ ഈ അലമാരയുടെ വാതിൽ തുറന്നാൽ മാത്രമേ കാണുകയുള്ളൂ. അതേസമയം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അലമാര അടഞ്ഞു കിടക്കുകയാണെങ്കിൽ പോലും നമുക്ക് അത് 3ാമത്തെ ഡയമെൻഷനിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയുമെങ്കിൽ 4ാമത്തെ ഡയമെൻഷനിന് അപ്പുറമുള്ള ഒരു ജീവിക്ക് നമ്മളുടെ അലമാരയുടെ ഉള്ളിലുള്ളത് കാണാനും പറയാനും സാധിക്കില്ലേ? അപ്പോൾ സ്വാഭാവികമായും ഈ മാനങ്ങളെ, ഈ ഡയമെൻഷനുകളൊക്കെ സൃഷ്ടിച്ച ദൈവത്തിനും നമ്മൾ രഹസ്യമാക്കി വെക്കുന്നതൊക്കെ കാണാനും അറിയാനും സാധിക്കില്ലേ എന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിക്കാൻ കഴിയും. അതുപോലെ തന്നെ രവിയുടെ അലമാരയുടെ ഉള്ളിൽ ഉള്ള 2ാമത്തെ തട്ടിൽ, താഴെ തട്ടിലുള്ള കാശ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാശ് എടുക്കണമെങ്കിൽ രവിയോ റാഫിയോ ഈ അലമാര തുറന്നിട്ടേ അവർക്ക് എടുക്കാൻ കഴിയുള്ളൂ. അതേസമയം 3ാമത്തെ ഡയമെൻഷനിലുള്ള എനിക്ക് ഈ കാശ് എടുക്കണമെങ്കിൽ ഈ അലമാര തുറക്കണം എന്നില്ല. നേരെ മറിച്ച് എനിക്ക് ഇത് ഇങ്ങനെ ഈ കാശ് എടുക്കാൻ കഴിയും, അലമാര തുറക്കാതെ തന്നെ എടുക്കാൻ കഴിയും. എങ്കിൽ 4ാമത്തെ ഡയമെൻഷനിലുള്ള ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം ആ ജീവിക്ക് 3 ഡയമെൻഷനുള്ള നമ്മളുടെ ലോകത്ത് നിന്ന്, നമ്മളുടെ പെട്ടിയിൽ നിന്ന് അതിൽ ഒരു ദ്വാരം പോലും ഇടാതെ നമ്മളുടെ കാശെടുക്കാൻ, നമ്മളുടെ വസ്തുക്കൾ, നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള, പൂട്ടി വെച്ചിട്ടുള്ള വസ്തുക്കൾ എടുക്കാൻ കഴിയുമെന്നാണ്. എങ്കിൽ ദൈവത്തിന് ഇതുപോലെ നമ്മളുടെ ലോകത്ത് ഇടപെടാൻ കഴിയില്ല. ഈ ഡയമെൻഷനൊക്കെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളുടെ പെട്ടിയിൽ നിന്ന് ഒരു വസ്തു പുറത്തേക്ക് വാതിലൊന്നും തുറക്കാതെ, ദ്വാരമിടാതെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കില്ലേ? ഇതിനെയല്ലേ യഥാർത്ഥത്തിൽ അത്ഭുതം എന്ന് പറയുന്നത്. ഇപ്പം ഈ രവിയും റാഫിയും ഒരു ദിവസം വന്നു നോക്കുമ്പോൾ പെട്ടി ഒരിക്കലും തുറക്കാതെ, ഒരു ദ്വാരം പോലും ഇല്ലാതെ അതിലുള്ള കാശ് ആരോ അത്ഭുതമായി, മതഭാഷയിൽ പറഞ്ഞാൽ മിറാക്കിൾ, ഒരു അത്ഭുതകരമായി അത് പുറത്തേക്ക് എടുത്തിരിക്കുന്നു എന്ന് രവിയും റാഫിയും അത്ഭുതപ്പെടും. ഈ മിറാക്കിൾ 3ാമത്തെ ഡയമെൻഷനിലുള്ള എനിക്ക് 2ാമത്തെ ഡയമെൻഷനുള്ള ഒരു ലോകത്ത് നടപ്പാക്കാമെങ്കിൽ, പെട്ടി തുറക്കാതെ, ഉണ്ടാക്കാതെ അതിലുള്ള സാധനം പുറത്തേക്ക് എടുക്കാം, അങ്ങനെ ഒരു മിറാക്കിൾ എനിക്ക് 2 ഡയമെൻഷനുള്ള ലോകത്ത് നടപ്പാക്കാമെങ്കിൽ 3 ഡയമെൻഷനുള്ള ലോകത്ത് അത്തരം അത്ഭുതങ്ങൾ നടപ്പാക്കാൻ, മിറാക്കിൾസ് നടപ്പാക്കാൻ 4ാമത്തെ
ഡയമെൻഷനിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ 4 ഡയമെൻഷനുകൾക്കപ്പുറം ജീവിക്കുന്ന ഒരു ജീവിക്ക് സാധിക്കുമെന്ന് ഡയമെൻഷനുകളുടെ ഫിസിക്സിൻ്റെ പാഠങ്ങളനുസരിച്ച് സൈദ്ധാന്തികമായി അംഗീകരിക്കപ്പെടുന്നുണ്ട്. എങ്കിൽ ദൈവത്തിന് ഈ പ്രപഞ്ചത്തിൽ അത്ഭുതങ്ങൾ, മിറാക്കിൾസ് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് ഏത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യന് പറയുക? ഫിസിക്സിൻ്റെ ഈ പാഠം അത് യാഥാർത്ഥ്യമാണെങ്കിൽ, അത് യുക്തിക്കെതിരല്ല എങ്കിൽ, അത് വിഡ്ഢിത്തമല്ല എങ്കിൽ, ദൈവം ഈ ഡയമെൻഷനുകൾക്കുള്ളിൽ അത്ഭുതങ്ങൾ നടപ്പാക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് വിഡ്ഢിത്തവും യുക്തിക്ക് അനുയോജ്യമല്ലാത്തതും ആയി മാറുക എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ദൈവം ഈ ഡയമെൻഷനുള്ളിൽ ഡയമെൻഷൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും ഒരു കാര്യം നടപ്പാക്കിയാൽ അതെല്ലാം നമുക്ക് അത്ഭുതമായിട്ടാണ് തോന്നുക. കാരണം നമ്മളുടെ ലോകത്ത് അത് നടക്കില്ല, നമ്മളുടെ ഈ ഡയമെൻഷനുള്ളിൽ ഇത് നടക്കില്ല. പക്ഷേ നമ്മളുടെ ഡയമെൻഷന് അപ്പുറമുള്ള ലോകത്ത് ഇത് നടക്കും. അങ്ങനെയൊരു കാര്യം, അങ്ങനെയൊരു വ്യത്യാസം നമ്മൾ സൈദ്ധാന്തികമായി അംഗീകരിക്കുകയാണെങ്കിൽ, തിയററ്റിക്കലി ഇത് യാഥാർത്ഥ്യമാണ് എങ്കിൽ, എന്തുകൊണ്ട് ദൈവത്തിന് ഈ പ്രപഞ്ചത്തിൽ മിറാക്കിൾസ് നടപ്പാക്കാൻ കഴിയില്ല? അത് വിഡ്ഢിത്തമാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പോൾ പറഞ്ഞു വന്നത്, 2 മാനങ്ങളുള്ള, 2 ഡയമെൻഷനുള്ള ലോകത്ത് പെട്ടിക്കുള്ളിൽ നിന്ന് നമ്മൾ കാശ് പെട്ടി തുറക്കാതെ, ദ്വാരമുണ്ടാക്കാതെ പുറത്തേക്കെടുത്താൽ അവരുടെ ലോകത്ത് അതൊരു മിറാക്കിളാണ്. അവരതിൽ അത്ഭുതപ്പെടും, അത് നടക്കാത്ത കാര്യമാണ് എന്ന് അവർ വാദിക്കും. പക്ഷെ നമുക്കറിയാം, 3ാമത്തെ ഡയമെൻഷനിലുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അത്ഭുതം നടപ്പാക്കാൻ എനിക്ക് സാധിക്കും. എന്നെ കാണുന്ന, എൻ്റെ ലോകത്തെ കാണുന്ന 4ാമത്തെ ഡയമെൻഷനപ്പുറമുള്ള ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലോകത്ത് അങ്ങനെയൊരു അത്ഭുതം നടപ്പാക്കാൻ, മിറാക്കിൾ നടപ്പാക്കാൻ ആ ജീവിക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ പറയും അതൊരിക്കലും നടക്കില്ല. കാരണം നമ്മളുടെ ഡയമെൻഷൻ അനുസരിച്ച് പെട്ടി തുറക്കാതെ നമ്മളുടെ പെട്ടിയിലുള്ള കാശ് എടുക്കാൻ കഴിയില്ല, അതൊരു മിറാക്കിളാണ്, അത് ഒരിക്കലും നടക്കില്ല. പക്ഷേ 4ാമത്തെ ഡയമെൻഷൻ അപ്പുറമുള്ള ജീവി പറയും അത് എൻ്റെ ഡയമെൻഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് 3 ഡയമെൻഷനുള്ള നിങ്ങളെ ലോകത്ത് അത് നടപ്പാക്കാൻ എനിക്ക് കഴിയും എന്ന് ആ ജീവി പറയും. എങ്കിൽ ഈ ജീവികളൊക്കെ സൃഷ്ടിച്ച, ഈ ഡയമെൻഷനുകളൊക്കെ സൃഷ്ടിച്ച ദൈവത്തിന് ഇത്തരമൊരു മിറാക്കിൾ നടപ്പാക്കാൻ കഴിയില്ലേ? ഇങ്ങനെ ഒരു മിറാക്കിൾ നടന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അടയാളം കൂടി വെക്കാൻ ദൈവത്തിന് സാധിക്കും എന്നുള്ളത് കൂടി നമുക്കൊന്ന് ഡയമെൻഷനിലൂടെ ചിന്തിക്കാം. ഉദാഹരണത്തിന്, റാഫി ഒരു തൊപ്പി വെച്ചിട്ടുണ്ട്. റാഫിയുടെ ഈ തൊപ്പിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന് 3ാമത്തെ ഡയമെൻഷനിലേക്ക് പോകാൻ സാധിക്കില്ല. നേരെ മറിച്ച് 2 ഡയമെൻഷനുകൾ, ഒന്നുകിൽ വലത്തോട്ട്, ഇടത്തോട്ട്, അല്ലെങ്കിൽ മുകളിലോട്ട്, താഴോട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ ഈ തൊപ്പിക്ക് കഴിയില്ല. അപ്പോൾ റാഫിയെ സംബന്ധിച്ചിടത്തോളം ഈ തൊപ്പി തിരിച്ചു വെക്കുകയാണെങ്കിൽ റാഫിക്ക് ഈ തൊപ്പി ഇങ്ങനെ തിരിച്ചു വെക്കാനേ കഴിയുള്ളൂ. അല്ലാതെ റാഫിക്ക് ഈ തൊപ്പി ഇങ്ങനെ തിരിച്ചു വെക്കാൻ കഴിയില്ല. കാരണം ഇങ്ങനെ ഇരിക്കുന്ന ഒരു തൊപ്പി ഇങ്ങനെ തിരിച്ചു വെക്കണമെങ്കിൽ 3ാമത്തെ ഡയമെൻഷനിലേക്ക്, അഥവാ ഈ 3ാമത്തെ ഡയമെൻഷനിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ ഈ തൊപ്പിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതേ രൂപത്തിൽ മിറർ ഇമേജ് പോലെ തിരിക്കാൻ സാധിക്കുള്ളൂ. അത് കഴിയാത്തത് കൊണ്ട്, അത് 2ാം ഡയമെൻഷനിലായതുകൊണ്ട് തന്നെ റാഫിയെ സംബന്ധിച്ചിടത്തോളം ഈ തൊപ്പി ഇങ്ങനെ തിരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു ദിവസം റാഫി ഇങ്ങനെ തൊപ്പിയിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോൾ റാഫിയുടെ തൊപ്പി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ റാഫിക്ക് മനസ്സിലാക്കാം, എൻ്റെ തൊപ്പി 3ാമത്തെ ഡയമെൻഷനിലൂടെ തിരിഞ്ഞിട്ടുണ്ട്, 3ാമതൊരു ഡയമെൻഷൻ ഉണ്ട്. ആ ഡയമെൻഷനിലേക്ക് തിരിയാൻ തൊപ്പിക്ക് സാധിച്ചാൽ, തൊപ്പിക്ക് ആ സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ തിരിയാൻ കഴിയുള്ളൂ. അപ്പോൾ 3ാമത്തെ ഡയമെൻഷനിലുള്ള ആരോ ഈ തൊപ്പിയിന്മേൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് റാഫിക്ക് ന്യായമായും അനുമാനിക്കാം. എങ്കിൽ ഈ ലോകത്ത് മനുഷ്യർക്ക് 3 ഡയമെൻഷനുള്ളിൽ നിന്നുകൊണ്ട് പറയാനോ ചെയ്യാനോ സാധിക്കാത്ത അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഈ 3 ഡയമെൻഷനുകൾക്കപ്പുറമുള്ള ഒരു ഇടപെടലാണ് എന്ന് മനുഷ്യർക്ക് ന്യായമായും അനുമാനിക്കാം എന്ന് പറയുന്നത് ഫിസിസിസ്റ്റുകൾ തന്നെയാണ്,
നാസ്തികരായ ഫിസിസ്റ്റുകൾ തന്നെയാണ്. എങ്കിൽ ദൈവത്തിന് ഇത്തരം അത്ഭുതങ്ങൾ നടപ്പാക്കുകയും ഡയമെൻഷനുകൾക്കപ്പുറം മാത്രം സാധ്യമാകുന്ന, നമ്മളുടെ 3 ഡയമെൻഷനുകൾക്കപ്പുറം മാത്രം സാധ്യമാകുന്ന കാര്യങ്ങൾ നടപ്പാക്കാനും എന്നിട്ട് അതിന് അടയാളങ്ങൾ വെച്ച് നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്താനും സാധിക്കില്ലേ? സാധിക്കുമെന്നാണ് ഡയമെൻഷനുകൾ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇങ്ങനെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ 3 ഡയമെൻഷനുകൾക്കപ്പുറം നിന്നുകൊണ്ട് നടത്തപ്പെടുന്ന, 3 ഡയമെൻഷനുകൾ അപ്പുറത്ത് നിന്ന് ഇടപെട്ടുകൊണ്ട് നടത്തപ്പെടുന്ന മിറാക്കിൾസുകൾ, അത്ഭുതങ്ങളുടെ അടയാളങ്ങളെ അറബിയിൽ പറയുന്ന പേരാണ് ആയത്ത് എന്നുള്ളത്. ഈ ആയത്തുകൾ ആണ് യഥാർത്ഥത്തിൽ ഖുർആൻ നിറയെ ഉള്ളത്. ഖുർആനിലെ ഓരോ വചനവും ആയത്ത് എന്നാണ് മുസ്ലിങ്ങൾ പറയുക, അടയാളങ്ങൾ എന്നാണ്. ആ ഓരോ ആയത്തും 3 ഡയമെൻഷനുകൾക്കപ്പുറമുള്ള ഒരു ഇടപെടലിൻ്റെ അത്ഭുതകരമായ അടയാളമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക.